നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. SNB ഫിനാൻസ് അന്വേഷണത്തിൽ പീറ്റർ മുറൈലിനെതിരെ തട്ടിപ്പ് കുറ്റം ചുമത്തി. സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ ഫണ്ട് ദുരുപയോഗവുമായി ബന്ധപ്പെട്ടാണ് മുൻ പ്രഥമമന്ത്രി നിക്കോള സ്റ്റാർജന്റെ ഭർത്താവിനെതിരെ കുറ്റം ചുമത്തിയത്. 59-കാരനായ പീറ്റർ മുറൈലിനെ വ്യാഴാഴ്ച രാവിലെ 9:13 കസ്റ്റഡിയിലെടുത്ത് സ്കോട്ട്ലൻഡ് പോലീസ് ഡിറ്റക്ടീവുകൾ ചോദ്യം ചെയ്തു. 2023 ഏപ്രിൽ 5 ഇതിനു മുൻപ് സംശയാസ്പദമായ സാഹചര്യത്തിൽ മുറൈലിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കുറ്റം ചുമത്താതെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പ്രചരണ ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് ടോറി MPയെ സസ്പെൻഡ് ചെയ്തു. മാർക്ക് മെൻസിസ് സ്വകാര്യ മെഡിക്കൽ ചെലവുകൾക്കായി ടോറി പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ലഭിച്ച 14,000 പൗണ്ട് ഉപയോഗിച്ചുവെന്നാണ് ആരോപണം. ഫണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ടോറി MPയായ മാർക്ക് മെൻസിസിനെ സസ്പെൻഡ് ചെയ്യുകയും പാർട്ടി വിപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാ ആരോപണങ്ങളും പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അന്വേഷണം നടത്തുമെന്നും കൺസർവേറ്റീവ് പാർട്ടി വക്താവ് പറഞ്ഞു. സ്കൂൾ സസ്പെൻഷന്റെ എണ്ണം ഒരു വർഷത്തിനിടെ ഏകദേശം 3-1 വർദ്ധിച്ചുവെന്ന് കണക്കുകൾ കാണിക്കുന്നു. ഒരു അധ്യയന വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇംഗ്ലണ്ട്. 2023 സ്പ്രിംഗ് കാലയളവിലുള്ള സസ്പെൻഷനുകളുടെ റെക്കോർഡ് എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇപ്പോഴുള്ളതെന്ന് ഡേറ്റ കാണിക്കുന്നു. COVID-19 പാൻഡമിക്കിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ വർധനവ്. വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനുള്ള മതിയായ മാർഗങ്ങൾ സ്കൂളുകളിലില്ലെന്ന് അധ്യാപക സംഘടനകൾ പറയുന്നു. 10 മില്യൺ പൗണ്ട് ബിഹേവിയർ ഹബ്ബുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും കൂടാതെ 2025 50% വിദ്യാർത്ഥികൾക്കും മാനസികാരോഗ്യ ടീമുകൾ ലഭ്യമാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. സീറോ ബാഗുകൾ ഉപയോഗിച്ചുവെന്നാരോപിച്ച് സെയിൻസ്ബറിയിലെ ജീവനക്കാരനെ പിരിച്ചുവിട്ടു. ഏകദേശം 20 വർഷത്തോളം സെയിൻസ്ബറിയിലെ സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരനെയാണ് ബാഗുകൾ എടുത്തതിന് പിരിച്ചുവിട്ടത്. സെൽഫ് ചെക്കൌട്ടിലാണ് സീറോ ബാഗുകൾ ഉപയോഗിച്ചത്. ഒന്നിലധികം ബാഗുകൾ എടുക്കുന്നത് CCTV വഴിയാണ് കണ്ടെത്തിയത്. ബാഗുകൾക്ക് വില കുറവാണെങ്കിലും ഇത് വിശ്വാസവഞ്ചനയും മോഷണവുമായി കമ്പനി കണക്കാക്കി. എംപ്ലോയ്മെന്റ് ട്രിബ്യൂണൽ സെയിൻസ്ബറിയുടെ തീരുമാനം ശരിവച്ചു. അത്യാധുനിക ഗതാഗത പദ്ധതികൾക്ക് 1.3 ദശലക്ഷം പൗണ്ട്. നൂതന ഗതാഗത ആശയങ്ങൾക്കായി UK സർക്കാർ 1.3 മില്യൺ പൗണ്ടിന്റെ സംരംഭം തുടങ്ങുന്നു. രാജ്യത്തുടനീളമുള്ള ഗതാഗതം മെച്ചപ്പെടുത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾക്ക് പ്രചോദനം നൽകാനും ഇത് ലക്ഷ്യമിടുന്നു. മികച്ച ഗ്രാമീണ പൊതുഗതാഗതം, യാത്രക്കിടെ മെച്ചപ്പെട്ട ഇന്റർനെറ്റ് ആക്സസ്, ഗ്രീനർ എയ്റോപ്ലെയിൻ, ബോട്ട് യാത്രകൾ തുടങ്ങിയ മേഖലകളിൽ തങ്ങളുടെ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിന് ഗവേഷകർക്കും ബിസിനസ്സുകൾക്കും 45,000 പൗണ്ട് വരെ ഗ്രാന്റിനായി അപേക്ഷിക്കാം. ഫ്ലോട്ടിംഗ് 5G മാരിടൈം നടപ്പാക്കുന്നതിലൂടെ കടലിലുള്ളവർക്ക് കരയുമായി ബന്ധം നിലനിർത്താനും പ്രതികൂല കാലാവസ്ഥ അഭിമുഖീകരിക്കുമ്പോൾ നാവികർക്ക് ആശയവിനിമയം നടത്താനും കഴിയുമെന്ന് ജെറ്റ് കണക്ടിവിറ്റി CEO ജെയിംസ് തോമസ് പറഞ്ഞു. സിക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നവരുടെ എണ്ണം 1,00,000 കടക്കുമെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കണക്കുകളിൽ 16,000 പേരുടെ വർധനവാണ് ഉണ്ടായതെന്ന് ONS വ്യക്തമാക്കി. സാമ്പത്തികമായി ആക്റ്റീവ് അല്ലാത്ത 16 മുതൽ 64 വയസ്സ് വരെയുള്ള 30.1% പേരാണ് ദീർഘകാല രോഗങ്ങളുടെ പേരിൽ തൊഴിൽ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്നത്. ഇത്തരത്തിൽ യുവാക്കൾ ദീർഘകാല രോഗത്തിന്റെ പേരിൽ തൊഴിൽ പോകാതിരിക്കുന്നത് അപകടത്തിലാക്കുമെന്ന് എക്കണോമിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകി. 1990-കൾക്ക് ശേഷം അനാരോഗ്യത്തിന്റെ പേരിൽ സിക്ക് ലീവ് എടുക്കുന്നവരുടെ എണ്ണം കുതിച്ചുയരുന്ന ഘട്ടത്തിലാണ് ബ്രിട്ടൻ. യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതിയിൽ ആരോഗ്യ സുരക്ഷാ പരിശോധനകൾ ആരംഭിക്കുന്നത് വൈകിപ്പിക്കുമെന്ന് UK. ബ്രെക്സിറ്റിന് ശേഷമുള്ള വ്യാപാര കരാറിന്റെ ആവശ്യകതയായിരുന്നിട്ടും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളിൽ പരിശോധനകൾ നടപ്പാക്കുന്ന UK മാറ്റിവെക്കുന്നു. ഈ മാസം പുതിയ അതിർത്തി നിയന്ത്രണങ്ങൾ ആരംഭിക്കുന്നുണ്ടെങ്കിലും ഈ പരിശോധനകൾ നിർത്തിവെക്കാൻ തുറമുഖ അധികൃതരെ സർക്കാർ അറിയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. തുറമുഖങ്ങളിലെ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് മാറ്റിവെക്കലിന് പിന്നിലെ കാരണങ്ങൾ. OET പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നഴ്സുമാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി OETയും യുക്മയും. നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഴ്സുമാർ ഉൾപ്പെട്ട OET പരീക്ഷാ ക്രമക്കേട് OETയുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷയിൽ ക്രമക്കേട് നടത്തുമെന്ന് ബോധ്യമായതോടെ NMCയും നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പരീക്ഷാ ക്രമക്കേടിൽ അകപ്പെട്ട നഴ്സുമാർക്ക് ആശ്വാസമായി OET പരീക്ഷയ്ക്ക് ഇരിക്കാൻ വീണ്ടും അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ NMC എന്ത് നിലപാടെടുക്കുമെന്ന ആശങ്കയിലാണ് നഴ്സുമാർ. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടാൽ യുക്മ ഭാരവാഹികളെയോ OET അധികൃതരെയോ അറിയിക്കണമെന്നും യുക്മ നേതൃത്വം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്കോട്ടിഷ് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 2 ഇന്ത്യൻ വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡൻഡി സർവകലാശാലയിൽ പഠിക്കുന്ന 2 ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്കോട്ട്ലൻഡിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 26 വയസ്സുള്ള ജിതേന്ദ്രനാഥ്, 22 വയസ്സുള്ള ചാങ്ക്യ ബോളിസെറ്റി എന്നിവരാണ് ട്രക്കിങ്ങിനിടെ വെള്ളത്തിൽ വീണ് മരിച്ചത്.
ഡേറ്റാ സയൻസിലും എഞ്ചിനീയറിംഗിലും ബിരുദാനന്തര ബിരുദം നേടിയവരായിരുന്നു വിദ്യാർത്ഥികൾ. ബുധനാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് ലിൻ ഓഫ് ടാമൽ വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥികൾ മരിച്ചത്. മരിച്ചവർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വക്താവ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് നടക്കുമെന്നും അതിനുശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.